ബനുൽ മുസ്തലഖിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് തമ്പടിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ കുറച്ച് ദൂരേക്ക് പോയി. അങ്ങനെ ദൂരേക്ക് പോയി ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചു വരുമ്പോഴാണ് മനസ്സിലായത് തൻ്റെ കഴുത്തിലെ മാല നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ആരെ കഴുത്തിലെ മാലയാണ് നഷ്ടപ്പെട്ടു പോയത്? ബീവിയുടെ കഴുത്തിലെ മാല. ഇവിടെ ഒരു കല്യാണ വീട്ടിൽ നിന്ന് മാല കാണാതായി പോയ ആരുടെ അടുത്തേക്കാ പോവുക? ബീവിൻ്റെ അടുത്തേക്കാണ് പോവുക, തങ്ങളുടെ അടുത്തേക്കാണ് പോവുക, മൊയ്ലിയാരുടെ അടുത്തേക്കാ പോവുക. ഇവിടെ ബീവിന്റെ കഴുത്തിലെ മാല തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ എന്താ ചെയ്തത്? നമ്മൾ തങ്ങളടുത്തും മൊയ്ലിയാരടുത്തും പോണ മാതിരി നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ചെന്ന് അല്ലാഹുവിന്റെ റസൂലേ, എന്റെ മാല കാണാതായി പോയി, അത് എവിടെയുള്ളത് എന്ന് പറഞ്ഞാൽ ഞാൻ വേഗം പോയി എടുത്തു വരാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഹാബിയോട് അതൊന്ന് എടുത്തു വരാൻ പറയോ എന്ന് ചോദിച്ചോ? ഇല്ല. അവര് മാല തെരഞ്ഞുപോയി, മാല കണ്ടില്ല. മാല തെരഞ്ഞു നേരം വൈകി. തിരിച്ചു വന്നപ്പോ യാത്രാസംഘം അവിടെ നിന്ന് പുറപ്പെട്ടു പോയിരിക്കുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ആ കൂട്ടത്തിലില്ല എന്ന് ആ സംഘത്തിന്റെ നേതാവായ, ഈ ഉമ്മത്തിന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായില്ല. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒട്ടകക്കട്ടിലെടുത്ത് ഒട്ടകപ്പുറത്ത് വെച്ചിട്ടുണ്ട് സ്വഹാബികൾ. അവർക്ക് മനസ്സിലായില്ല ഇതിന്റെ ഉള്ളിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഇല്ല. ഒട്ടകക്കട്ടിൽ എന്ന് പറഞ്ഞാൽ 16 mm കമ്പി കൊണ്ട് വാർത്തുണ്ടാക്കുന്ന സാധനമൊന്നുമല്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, ഞാനൊരു മെലിഞ്ഞ പെണ്ണായത് കൊണ്ട്, മര്യാദക്ക് ഭക്ഷണം കഴിക്കാനില്ലാത്തത് കൊണ്ട്, കനമില്ലാത്തത് കൊണ്ട് സഹാബികൾക്ക് മനസ്സിലായില്ല ഞാനതിലില്ല. മൊയ്തീൻ ഷേഖിനെ പറ്റി നമ്മളെ വിശ്വാസം എന്താ? കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാ ഞാൻ നിങ്ങളുടെ കൽബകമെന്നോവർ, അല്ലേ? ഇവിടെ നിന്നിങ്ങനെ നോക്കിയാൽ ആ കടയിലെ ചില്ലുകൂട്ടിൽ വെച്ചത് എന്താണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇതുപോലെ അങ്ങ് ബഗ്ദാദിലിരുന്ന് എന്റെ കൽബിലുള്ളത് പറയാൻ ഷെയ്ഖ് ജീലാനിക്ക് കഴിയും എന്ന് വിശ്വസിക്കുന്നു ഇവിടെയുള്ള എല്ലാ മുസ്ലിയാക്കന്മാരും. എങ്ങനെ CM മടവൂരിനെ കുറിച്ചുള്ള വിശ്വാസം തിരുത്താൻ കഴിയും? എങ്ങനെ CM മടവൂരിനെ എതിർക്കാൻ കഴിയും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടില്ല, സ്വഹാബികൾ അറിഞ്ഞില്ല. ഇവർ മദീനയിലേക്ക് പോയി. സാധാരണ യാത്രാ സംഘത്തിന്റെ പിന്നാലെ വരാറുള്ള ഏതെങ്കിലും ഒരു സ്വഹാബിയുണ്ട്. അന്ന് വന്ന സ്വഹാബി ആയിഷ റളിയല്ലാഹു അൻഹയെ കണ്ടു, അവരെ കൂട്ടി നേരെ മദീനയിലെത്തിച്ചു. അവസരം പാർത്ത് കിടന്ന മുനാഫിക്കുകൾ ആയിഷ റളിയല്ലാഹു അൻഹയെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ചേർത്തുകൊണ്ട് അപവാദ പ്രചരണം നടത്തി. അല്ലാഹുവിന്റെ റസൂൽ സഹാബികളോട് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? മറഞ്ഞ കാര്യങ്ങൾ അറിഞ്ഞില്ല, മനസ്സിലായില്ല. ഈ ആയത്ത് മുജാഹിദുകൾ മാത്രമാണോ തെളിവുദ്ധരിക്കുന്നതല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തുണ്ടായ ഒരു സംഭവത്തിന് വിശദീകരണമായി ശാഫിഈ മദ്ഹബിലെ മുഴുവൻ ആളുകളും അംഗീകരിക്കുന്ന ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ തന്റെ ഫത്ഹുൽ ബാരിയിൽ ഇത് സൂചിപ്പിക്കുന്നത് കാണാം. ഈ ആയത്ത് എന്താ സംഭവം എന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ ഒരു കല്യാണ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ ചെറിയ പെൺകുട്ടികൾ ഇങ്ങനെ പാട്ടുപാടുക. അങ്ങനെ പാട്ടുപാടുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോൾ ഈ കുട്ടികൾ പാട്ട് മാറ്റി. അതുവരെ അവർ ബദറിൽ രക്തസാക്ഷികളായവരെ കുറിച്ച് ആ പാട്ട് പാടിക്കൊണ്ടിരുന്നത്. റസൂലിനെ കണ്ടപ്പോൾ ഒരു കുട്ടി പാടി, വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദി, വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദി. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു നബിയുണ്ട്, നാളെ നടക്കുന്നത് എന്താണെന്ന് അറിയുന്ന നബി. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു നബിയുണ്ട്, നാളെ നടക്കുന്നത് എന്താണ് എന്നറിയുന്ന നബി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പാടിയത് അല്ലാഹുവിന്റെ റസൂല് കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് ഉടൻ തന്നെ പറയുന്നു, ദഈ ഹാദിഹി, നിർത്ത്, ഇത് നിർത്ത്. വഖൂലി മാ കുന്തി തഖൂലീൻ, ഇതുവരെ പറഞ്ഞത് പറഞ്ഞാ മതി, ഇനി ഇത് പറയാൻ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. എന്തുകൊണ്ടാ അല്ലാഹുവിന്റെ റസൂൽ അത് പറഞ്ഞത്? അത് പറയാനുള്ള കാരണം ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറയുന്നു, ഇത് അല്ലാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ്. ഇത് അല്ലാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയരുത് എന്ന് പറഞ്ഞത് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണ് ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ്. ഇതാ മുജാഹിദുകളും പറയുന്നത്. പിന്നെ എന്തിന് ജാറങ്ങളിലേക്ക് പോകണം?
പിന്നെന്തിന് നേർച്ച സ്ഥലങ്ങളിലേക്ക് പോകണം? പിന്നെന്തിന് മരിച്ചവരോട് തേടണം? അള്ളാഹുവിനോട് മാത്രമായിരിക്കണം നമ്മൾ തേടേണ്ടത് എന്ന് മുജാഹിദുകൾ പറഞ്ഞു. ഇവരുടെ കൂട്ടത്തിൽ തന്നെ പെട്ട ചില മുസ്ലിയാക്കന്മാർക്ക് ഇതിൽ പ്രയാസമുണ്ടായി. ഏതുവരെ എന്നറിയോ? ഈ CM മടവൂരിനെ കുറിച്ച് അമിതമായി ആളുകൾ പറയാൻ തുടങ്ങിയപ്പോ ഒരു മുസ്ലിയാർ സങ്കടം പറയുന്നത് നോക്കൂ. ഇതിപ്പോ പഠിച്ചവനോട് ആർക്കും ഒന്നും ബാക്കിയില്ല, എല്ലാം അയക്കി. ഏതായാലും ഞാൻ കണ്ടപ്പോ എൻ്റെ ഒരു ഉത്തരവാദിത്തം എന്നുള്ള ആൾക്ക് പറഞ്ഞതാ. ഇനി ഓരോരുത്തർക്ക് സൗകര്യം പോലെ ചെയ്യാലോ. നമ്മളെ ഉലമാ ഗ്രൂപ്പാന്നല്ലോ. അതന്നെ എന്ത് ചെയ്താലും ന്യായീകരിക്കും. ഇവിടെ ആളുള്ളതുകൊണ്ട് ആർക്കും ഒരു പേടിയില്ല, എന്തും ചെയ്യാം. ദീനി കിതാബിലുള്ളത് മുൻഗാമികളായ ഇമാമിങ്ങൾ പഠിപ്പിച്ചെല്ലാം പോയിക്ക്. ഇങ്ങനെ ഏതെങ്കിലും ഇമാമിങ്ങൾ പഠിപ്പിച്ചോ, ഇത്രക്കാരോ ഇസ്തിഹാസ പഠിപ്പിച്ചോ? ഒരു മാന്യമായ ഇസ്തിഹാസം എന്ന വസ്തുലല്ലോ. ഇത് അള്ളാഹിനോട് ചോദിക്കും പോലെ എല്ലാ സംഗതി ഒന്നായിട്ട് ഇങ്ങനെ ഒരു നമ്മുടെ മുൻഗാമികളായ ഇമാമിങ്ങൾ അയിമ്മത്ത് പഠിപ്പിച്ചോ? അതിലെല്ലാം പിടുത്തം വിട്ടിക്ക് എന്ത് ചെയ്താലും ന്യായീകരിക്കാൻ ആളുണ്ട്. നല്ല സുഖമായി പോയി ചെയ്യുന്നവർക്ക്, നല്ല സുഖമായി. നോക്കൂ, ഒരു സഖാഫിയാണ് പറയുന്നത്. ഒരു സഖാഫി അദ്ദേഹത്തിന്റെ വേദന പങ്കുവെക്കുകയാണ്. എല്ലാം അള്ളാഹുവിനോട് ചോദിക്കുന്നതെല്ലാം ഈ മഹാന്മാരോടും ചോദിക്കാമെന്നിടത്തെത്തി. എന്നാൽ അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല, കുറച്ചൊക്കെ ചോദിക്കാന്നാണ്. ഈ കുറച്ചൊക്കെ ചോദിക്കാന്നുള്ളതിന് എന്താ തെളിവ്? അതേ തെളിവാണ് ബാക്കിയും ചോദിക്കാന്നുള്ളതിന് മറ്റൊരുക്കുള്ളത്. കുറച്ച് ചോദിക്കാമെന്നതിന് ഈ മുസ്ലിയാർ എന്താണോ തെളിവാക്കുന്നത്, ചില കാര്യങ്ങളൊക്കെ ചോദിക്കാമെന്നതിന് എന്താണോ തെളിവാക്കുന്നത്, അതേ കാര്യം തന്നെയാണ് ബാക്കി കാര്യങ്ങളും ചോദിക്കാം എന്നതിന് ഈ മുസ്ലിയാക്കന്മാർ തെളിവായി ഉദ്ധരിക്കുന്നത്. ഇവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനം അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന സന്ദേശവുമായി കടന്നു വന്നത്. മുജാഹിദുകൾ ഈ സമൂഹത്തോട് പറഞ്ഞു, ഇത് പഠിപ്പിച്ചു. ആളുകൾ തൗഹീദിലേക്ക് കടന്നു വന്നു. എന്നാൽ പിശാജിന്റെ പണി നിർത്തിവെക്കുകയില്ലല്ലോ. എ പി അബ്ദുൽ ഖാദർ മൗലവി റഹിമഹുല്ലയോട് ഈ ജിന്നി വിവാദമുണ്ടായ സമയത്ത് ഞങ്ങൾ കുറച്ചു പേർ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചപ്പോ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, എന്താണ് മൗലവി നമ്മളുടെ കൂട്ടത്തിലേക്ക് ഇത്തരം പിഴച്ച വിശ്വാസങ്ങൾ കടന്നു വരാൻ കാരണം? അപ്പൊ മൗലവി പറഞ്ഞ ഒരു മറുപടിയുണ്ട്. എടാ, വേറെ ആരെ കൂട്ടത്തിലേക്കാ ഇത് വരേണ്ടത്? ഖബറിന്റെ മുമ്പ് പോയി സുജൂദ് ചെയ്യുന്ന, ഖബറിലുള്ളവരോട് തേടുന്ന ആളുകളെ മുമ്പിൽ ഇനി പിശാജ് വേറെന്ത് പണിയാ എടുക്കേണ്ടത്? പിശാജ് പണിയെടുക്കുക മുവഹിദുകൾക്കിടയിലാണ്. പിശാജ് പണിയെടുക്കുക തൗഹീദുള്ളവർക്കിടയിലാണ്. അങ്ങനെ പിശാജ് തൗഹീദുള്ളവർക്കിടയിൽ പണിയെടുത്തു. ആ പണിയുടെ ഭാഗമായി ഒരു പുതിയ ചിന്ത ഈ സമൂഹത്തിൽ ഉണ്ടായി. മറന്നു പോകാതിരിക്കുവാൻ എന്താണ് ഇപ്പോഴത്തെ ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജിന്ന് വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയുടെ തുടക്കം എന്ന് മറക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഞാൻ ആ ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. 2007 ഏപ്രിൽ മാസത്തെ ഇസ്ലാഹിൽ വന്ന ഒരു ലേഖനം. എന്താ ഈ ലേഖനത്തിലുള്ളത്? രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു. ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാമെന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്നാവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാരണ ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ല, സൃഷ്ടികളുടെ കഴിവിൽപ്പെടാത്തത് തേടുകയല്ല, ആ സഹായാർത്ഥന ശിർക്കുമല്ല. ഒരാൾ രാത്രി ഇരുളിൽ ഇങ്ങനെ പോവാൻ, അയാളുടെ കയ്യിൽ വെളിച്ചമൊന്നുമില്ല, അയാളുടെ യാത്ര പ്രയാസായി, ഒരു പ്രതിസന്ധിയിൽ അയാൾ അകപ്പെട്ടു, അടുത്തൊന്നും വീട് കാണാനില്ല. അപ്പോഴാണ് അയാൾ ഒരു ശബ്ദം കേൾക്കുന്നത്. അപ്പൊ ഇയാൾ വിചാരിക്കുകയാണ് ആ ശബ്ദത്തിന്റെ ഉടമ ഒരു ജിന്നാണ്. എൻ്റെ മുമ്പിൽ ഒരു 10-70 വയസ്സുള്ള കുറെ ആളുകളുണ്ടല്ലോ, അവിടുന്ന് താഴോട്ടുള്ള ആളുകൾ കുറെ ഉണ്ടല്ലോ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് ശബ്ദം കേട്ടിട്ടില്ലേ? ഏതെങ്കിലും ഒരു ശബ്ദം കേട്ടപ്പോ അത് ജിന്നാണെന്ന് വിശ്വസിച്ച ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഒന്ന് കൈവെക്കൂ. ഒരു ശബ്ദം കേട്ടപ്പോ ഞാനത് ജിന്നാണെന്നാണ് വിശ്വസിച്ചത് എന്ന് പറയുന്ന, ഒരു ശബ്ദം കേട്ടപ്പോ ഞാൻ വിചാരിച്ചത് കാറാണ് എന്നാണ്, അല്ലെങ്കിൽ ഒരു ശബ്ദം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ആംബുലൻസ് ആണ് എന്നാണ്, ശബ്ദം കേട്ടിട്ട് ഞാൻ വിചാരിച്ചത് ഓട്ടോറിക്ഷയാണ് എന്നാണ്, അല്ലെങ്കിൽ ശബ്ദം കേട്ടിട്ട് ഞാൻ വിചാരിച്ചത് പൂച്ചക്കുട്ടിയാണ് എന്നാണ്
എന്നൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നേ വരെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ശബ്ദം കേട്ടപ്പോൾ ഞാൻ വിശ്വസിച്ചത് ജിന്നാണ്? ഒരു സംഘടന ഉണ്ടായ തുടക്കമാണത്. നമ്മൾ മനസ്സിലാക്കണം. പേര് വിസ്ഡം എന്നൊക്കെയാണ്, പേര് വിസ്ഡം എന്നൊക്കെ ആണെങ്കിലും ആ സംഘടന ഉണ്ടായത് ഇവിടെ വെച്ചാണ്. എന്താണ്? ഇങ്ങനെ ഒരാൾ ഇരുളിലകപ്പെട്ട് ആ ജിന്നിനോട് സഹായാർത്ഥന നടത്തിയാൽ അത് ശിർക്കാവുകയില്ല, ജിന്നെ വെളിച്ചം തരണേ എന്ന് പറഞ്ഞാൽ ശിർക്കാവുകയില്ല എന്ന വാദവുമായി രംഗത്ത് വന്നു. കാരണം എന്താ പറഞ്ഞത്? ഇതിനുള്ള കാരണം പറഞ്ഞത് മനുഷ്യരോട് അവരുടെ കഴിവിൽപ്പെട്ടത് തേടിയാൽ ശിർക്കാവില്ലല്ലോ. മനുഷ്യരോട് തേടിയാൽ ശിർക്കാവാത്ത ഒരു കാര്യം ഏത് സൃഷ്ടിയോട് തേടിയാലും ശിർക്കാവുകയില്ല. ഇങ്ങനെ ഒരു വ്യാഖ്യാനം ഉണ്ടായത്. മനുഷ്യരോട് തേടിയാൽ ശിർക്കാവാത്ത ഒരു കാര്യം അള്ളാന്റെ ഏത് സൃഷ്ടിയോട് തേടിയാലും ശിർക്കല്ല. ഈ അടിസ്ഥാനം ശരിയാണ് എന്ന് പറയാൻ മുജാഹിദുകൾക്ക് കഴിയോ? അവിടുന്ന് പിന്നെ വ്യാഖ്യാനം ഉണ്ടായത്. ഒരാൾ പുഴയിൽ വീണ് ഒഴുകിപ്പോകുന്നു, അവിടെ ഒരു ജിന്നുണ്ട് എന്ന് വിചാരിക്കുന്നു, അവിടെ ജിന്നുണ്ട് എന്ന് വിചാരിച്ച് ആ ജിന്നിനോട് ജിന്നെ രക്ഷിക്കണേ എന്ന് തേടിയ ശിർക്കാവോ? ഇല്ല. എന്തേ ആവാത്തത്? അവിടെ ജോസഫെ, മൊഹീദ്ദീനെ, സുലൈമാനെ, ഗോപാലേട്ട രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ശിർക്കല്ല. മനുഷ്യരോട് തേടിയാൽ ശിർക്കല്ല. ഇങ്ങനെ മനുഷ്യരോട് തേടിയാൽ ശിർക്കല്ലാത്ത കാര്യം, മനുഷ്യരോട് തേടിയാൽ ശിർക്കല്ലാത്ത ഒരു കാര്യം ജിന്നുകളോട് തേടിയാൽ ശിർക്കല്ല എന്ന വിശദീകരണവുമായി ഈ ആളുകൾ രംഗത്ത് വന്നു. മുജാഹിദുകൾ പറഞ്ഞു ഈ വ്യാഖ്യാനം ശരിയല്ല, ഈ വിശദീകരണം ശരിയല്ല. എന്തുകൊണ്ടാണ് ഇത് ശരിയല്ലാത്തത്? ഇത് ശരിയല്ലാവാതിരിക്കാനുള്ള കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിലൂടെ വളരെ കൃത്യമായി തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഖുലിദുല്ലദീന സഅംതും മിൻ ദൂനിഹി ഫലാ യംലികൂന കശ്വൽ ദുർരി അൻകും വലാ തഹ്വീല. ഖുലിദുല്ലദീന സഅംതും മിൻ ദൂനിഹി, നിങ്ങൾ അല്ലാഹുവിന് പുറമെ ജൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില ശക്തികളുണ്ടല്ലോ, ആ ശക്തികളോട് നിങ്ങൾ തേടുക. ഫലാ യംലികൂന കശ്വൽ ദുർരി അൻകും വലാ തഹ്വീല. നിങ്ങളെ ഈ പ്രയാസത്തിൽ നിന്ന് നീക്കാൻ, നിങ്ങൾക്ക് സഹായം നൽകാൻ, നിങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ, നിങ്ങളുടെ ബുദ്ധിമുട്ടിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഈ ശക്തികൾക്ക് കഴിയില്ല എന്ന് അല്ലാഹു വളരെ കൃത്യമായി പറയുന്നു. ആരെക്കുറിച്ചായി പറയുന്നത്? അവിടെ ഉണ്ടായിരുന്നവർ ജിന്നുകളെ ആരാധിച്ചു, ജിന്നുകളോട് സഹായം തേടി. അതിനെക്കുറിച്ച് അല്ലാഹ് പറയുന്നത് ആ ജിന്നുകൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല, ആ ജിന്നുകൾക്ക് നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല, ആ ജിന്നുകൾക്ക് നിങ്ങളെ പ്രയാസത്തിൽ നിന്ന് അകറ്റാൻ കഴിയില്ല. വളരെ കൃത്യമായി അല്ലാഹു പറഞ്ഞ ഈ കാര്യം നമ്മൾ ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തി. അതോടൊപ്പം തന്നെ മക്കയിലുണ്ടായിരുന്ന ആളുകൾ ജിന്നുകളോട് തേടിയ സന്ദർഭം ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖാ. മനുഷ്യരിൽപ്പെട്ട ചില ആളുകൾ ജിന്നുകളിൽപ്പെട്ട ചിലരോട് രക്ഷ തേടുകയാണ്. ഇങ്ങനെ രക്ഷ തേടിയപ്പോ ആ ജിന്നുകളുടെ അഹങ്കാരം വർദ്ധിച്ചു. തങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി, തങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടി, ഉപദ്രവം ചെയ്യാതിരിക്കാൻ വേണ്ടി ഇവർ ഈ ജിന്നുകളോട് അഭയം തേടി. ഇവിടെ ജിന്നുവാദികൾ പറഞ്ഞ ഒരു ന്യായം എന്താണ്? ഹയ്യായ, ഹാലിറായ, ഖാദിറായ ജിന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ടത് ചോദിച്ചാൽ ശിർക്കാവില്ല. ഈ ആയത്ത് പറഞ്ഞത് എന്താ? അവർക്കങ്ങനെ കഴിയില്ല, നിങ്ങൾ വിളിച്ചു തേടിയാൽ ഉത്തരം ചെയ്യാൻ കഴിയില്ല എന്ന് അല്ലാഹ് പറയാൻ. ഇവര് പറയാണ് കഴിവിൽപ്പെട്ടതുണ്ട്, ആ കഴിവിൽപ്പെട്ടത് തേടിയാൽ ശിർക്കാവുകയില്ല. സൂറത്തുൽ ജിന്നിലെ ആയത്തിലൂടെ അല്ലാഹ് എന്താ പഠിപ്പിച്ചത്? അല്ലാഹു പഠിപ്പിച്ചു ഇവര് ഹയ്യാണ്, ഇവര് ഹയ്യാണ് അല്ലേ? ജീവിച്ചിരിക്കുന്നവരോടല്ലേ തേടിയത്? അവിടെ ഉള്ളവരോടല്ലേ തേടിയത്? ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്നാ പറഞ്ഞത്. ഉപദ്രവിക്കാതിരിക്കുക എന്നത് അവരുടെ കഴിവിൽപ്പെട്ടതല്ലേ? ഇത് നമ്മൾ പറഞ്ഞപ്പോ ഈ ആളുകൾ പറഞ്ഞു, ഇതാ ഇവര് ആയത്ത് ദുർവ്യാഖ്യാനിച്ചിരിക്കുന്നു. ഹയ്യായ, ഹാലിറായ, ഖാദിറായ ജിന്നിനോടാണ് തേടിയത് എന്നത് ദുർവ്യാഖ്യാനമാണ്. മുമ്പേ പറഞ്ഞു. എന്നിട്ടിത് ദുർവ്യാഖ്യാനമാണ് എന്നതിന്
ഇത് ദുർവ്യാഖ്യാനമാണ് എന്നതിന് ത്വബരിയിൽ നിന്ന് അദ്ദേഹം നൽകിയ തഫ്സീറിന്റെ ഒരു ഭാഗം ഈ ആളുകൾ എടുത്തു ധരിച്ചു. ഇത് ദുർവ്യാഖ്യാനാണ് എന്ന് പറഞ്ഞു, വെല്ലുവിളിച്ചു. ഞാനത് പിന്നീട് പറയാം. ഈ തഫ്സീറിൽ നിന്ന് ഇവരൊരു ഭാഗം എടുത്തു ധരിച്ചു. എന്താ ത്വബരി തന്റെ തഫ്സീറിൽ പറയുന്നത്? ത്വബരി തന്റെ തഫ്സീറിൽ പറയുന്ന കാര്യം അദ്ദേഹം എടുത്തു പറയാൻ, കാനു ഇദാ നസലുൽ വാദി, അവരൊരു താഴ്വരയിലെത്തിയാൽ കാലു, അവര് പറയും, നഊദു ബിസയ്യിദി ഹാദൽ വാദി, ഈ താഴ്വരയുടെ നേതാവിനോട് ഞങ്ങളിതാ അഭയം തേടുന്നു, മിൻ ശർരി മാ ഫീഹി, അവരുടെ ഉപദ്രവത്തിൽ നിന്ന്, അതിൽ നിന്ന്, ആ താഴ്വരയിൽ നിന്ന് ഉണ്ടാവുന്ന ഉപദ്രവത്തിൽ നിന്ന് ഞങ്ങളിതാ രക്ഷ തേടുന്നു. ഫതഖൂലുൽ ജിന്നു, അപ്പൊ ജിന്നുകൾ പറയും, മാ നംലികു ലക്കും വലാ ലിഅൻഫുസിനാ ദർറൻ വലാ നഫ്ആ, ഞങ്ങൾക്ക് ഒരു ഉപകാരവും ഒരു ഉപദ്രവവും ചെയ്യാൻ ഈ ജിന്നുകൾക്ക് ഞങ്ങൾക്ക് കഴിയില്ല എന്ന് ഈ ജിന്നുകൾ പറയും എന്ന് ഈ ഭാഗം ഉദ്ധരിച്ചിട്ട് പറഞ്ഞു. അപ്പോ ഖാദിറല്ല, ഈ ജിന്നുകൾക്ക് ഒരു കഴിവുമില്ല എന്ന് ത്വബരി പറഞ്ഞതിൽ നിന്ന് മനസ്സിലായില്ലേ എന്നായിരുന്നു ഇവരുടെ ചോദ്യം. അപ്പൊ നമ്മൾ ചോദിച്ചു, അല്ല കൂട്ടരെ, നിങ്ങളെ വാദം എന്താ? നിങ്ങളെ വാദം ജിന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ടത് ചോദിച്ചാൽ ശിർക്കാവൂലെന്നല്ലേ? അതിന്റെ കഴിവിൽപ്പെട്ടത് ചോദിച്ചാൽ ശിർക്കാവില്ല എന്നല്ലേ PN അബ്ദുൽ ലത്തീഫ് മൗലവി കത്തെഴുതി കൊടുത്തത്? ഹയ്യായ ജിന്നിനോട്, ഹാലിറായ ജിന്നിനോട്, ഖാദിറായ ജിന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ടത് തേടിയാൽ ശിർക്കാവുകയില്ല, അത് വസീലത്ത് ശിർക്കാവുള്ളൂ എന്നല്ലേ PN അബ്ദുൽ ലത്തീഫ് മൗലവിയുടെ വാദം? അതല്ലേ കഴിഞ്ഞ ആഗസ്റ്റ് മാസം കത്തെഴുതി കൊടുത്തത് എന്ന് നമ്മൾ ചോദിച്ചു. അപ്പോ ഇവിടെ ഈ തഫ്സീർ വായിച്ചിട്ട് നിങ്ങൾ എന്താ പറയുന്നത്? ജിന്നിനൊരു കഴിവുമില്ല. അപ്പൊ നിങ്ങളെ വാദത്തിന്റെ അവസ്ഥ എന്ത് എന്ന് നമ്മൾ ചോദിച്ചപ്പോ, ഇന്നലെ നടന്ന, കഴിഞ്ഞ ദിവസം നടന്ന 24-ാം തീയതി നടന്ന പ്രൂഫ് പോയിന്റിൽ ഞാൻ ചോദിച്ച ആ ചോദ്യം എടുത്തിട്ടുകൊണ്ട് ഇവരുടെ കൂട്ടത്തിലെ ഒരു മൗലവി പറയുന്ന മറുപടി ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ. നമുക്ക് ആദ്യം ആ ഒരു ക്ലിപ്പ് ഒന്ന് കാണാം. ഞാൻ ഇതിലെ ഒരൊറ്റ പൊള്ളത്തരം പറയട്ടെ. എന്താ പറഞ്ഞത്? ഒരു തഫ്സീർ വായിച്ചിട്ട് പറയാണ്, ഇതാ ഈ തഫ്സീറിൽ ഇമാം ത്വബരി പറഞ്ഞിട്ടുണ്ട്, ജിന്നുകളോട് ഇവര് രക്ഷ തേടുമ്പോ ജിന്നുകൾ പറയും, ഞങ്ങൾക്ക് ഒരു കഴിവുമില്ല, അതുകൊണ്ട് ഞങ്ങളോട് തേടിയിട്ട് കാര്യമില്ല. അപ്പൊ PN അബ്ദുൽ ലത്തീഫ് മൗലവി കത്ത് കൊടുത്തത് എന്താ? ജിന്നുകളുടെ കഴിവിൽപ്പെട്ടിയത് തേടിയാ ശിർക്കാവൂല. ഇവിടെ പറയുന്നത് എന്താ? ജിന്നേക്ക് ഒരു കഴിവുമില്ല, അപ്പൊ പിന്നെ എന്ത് തേടിയാലും ശിർക്കായില്ലേ? നോക്കൂ, നിങ്ങൾ ഒരു സംഘടന ഉണ്ടാക്കിയത് എന്ത് പറഞ്ഞിട്ടാ? വിസ്ഡം എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കിയത് തന്നെ ജിന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ടത് തേടിയാൽ ശിർക്കല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. സംസാരത്തിന് 30 സെക്കൻഡിൽ തന്നെ കുറെ കളർ അദ്ദേഹം പറയുന്നത്. ഇപ്പൊ ജിന്നിനൊരു കഴിവുമില്ല എന്ന് ത്വബരി പറയുന്നു, കഴിവുണ്ട് എന്ന് നമ്മൾ പറയുന്നു. ഇത് അടിസ്ഥാന വിഷയമെന്നാണ്. എന്താണ് മനസ്സിലാക്കുക? അവരെ അദ്ദേഹത്തെ എതിർത്തത് കൊണ്ട് തന്നെ വിശദീകരണം തന്നെ കൊടുക്കാനുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈയിടെയായി ബഹുമാന്യനായ നമ്മുടെ ഹനീഫ് കായക്കുടി എന്തെന്നറിയില്ല, സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾക്കോ ഞങ്ങൾക്ക് യാതൊരു ഉപകാരമോ കൊടുത്തത് എന്താ? വിസ്ഡം എന്ന് പറയുന്ന ജിന്നിനൊരു കഴിവുമില്ല എന്ന് ത്വബരി പറയുന്നു, കഴിവുണ്ട് എന്ന് നമ്മൾ പറയുന്നു. ഇത് അടിസ്ഥാന വിഷയമെന്നാണ്. എന്താണ് മനസ്സിലാക്കുക? അവരെ അദ്ദേഹത്തെ എതിർത്തത് കൊണ്ട് തന്നെ വിശദീകരണം തന്നെ കൊടുക്കാനുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈയിടെയായി ബഹുമാന്യനായ നമ്മുടെ ഹനീഫ് കായക്കുടി എന്തെന്നറിയില്ല, സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ മനഃപൂർവ്വം പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. ഞാൻ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തുന്ന ശ്രമമല്ല, മറിച്ച് ഇക്കാലം വരെ നമ്മളിത് പറയുമ്പോഴൊക്കെ ഇവര് സാധാരണക്കാരോട് പറഞ്ഞത് എന്താ? അങ്ങനെ ആർക്കാ വാദം? ജിന്നിനോട് തേടിയാൽ ശിർക്കാൻ തന്നെയല്ലേ ഞങ്ങളെയൊക്കെ വാദം? ജിന്നിനോട് തേടിയാൽ ശിർക്കല്ലെന്ന് ആരാ പറയുന്നത്? ജിന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ ശിർക്കാണ് എന്ന് ഹുസൈൻ സലഫിന്റെ പ്രസംഗത്തിന്റെ ഭാഗം. ജിന്നെ സഹായിക്കണേ എന്ന് തേടിയാൽ ശിർക്കാണ് എന്ന് ഫൈസൽ മുസ്ലിയാർ പറഞ്ഞ ഭാഗം. കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് ജിന്നെ രക്ഷിക്കണേ, മലക്കെ രക്ഷിക്കണേ എന്ന് തേടിയാൽ ശിർക്ക് തന്നെ എന്ന് എഴുതിയ ഭാഗം. ഇതൊക്കെ ഇട്ടിട്ട് ചോദിച്ചു, ആർക്കാ അങ്ങനെ ഒരു വാദമുള്ളത്? ഒളിച്ചിരുന്നു കുറെ കാലം, പക്ഷേ അവസാനം പുറത്തു ചാടി. കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിന് ശേഷമാണ് ഇവർ ഒന്നുകൂടി പുറത്തു ചാടേണ്ടി വന്നത്. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് PN അബ്ദുൽ ലത്തീഫ് മദനി അറബ് രാജ്യത്തുള്ള ചില സഹോദരങ്ങൾക്ക് തങ്ങളുടെ നിലപാട് പറഞ്ഞുകൊണ്ടുള്ള ഒരു കത്ത് നൽകിയത്.
ആ കത്തിൽ പറഞ്ഞു, ഇപ്പറഞ്ഞതുപോലെ ഹയ്യായ ഹാലിറായ ഖാദിറായ ജിന്നിനോട് അതിന്റെ കഴിവിൽപ്പെട്ടാൽ പേടിയപ്പെട്ടത് തേടിയാൽ അത് വസീലത്ത് ശിർക്കയാകുള്ളൂ, അത് ശിർക്കല്ല, അത് ഹറാമാണ്, അനുവദനീയമല്ല എന്ന് കത്തുകൊടുത്തു. അപ്പോഴാ ആളുകൾക്ക് മനസ്സിലായത് അപ്പൊ ഇങ്ങനെ ഒരു വാദം ഉണ്ടല്ലേ, വെറുതെ പറയുന്നതല്ല, ഇത് വാദം ഉണ്ടായിട്ട് തന്നെ പറയുന്നതാണ് എന്ന് ആളുകൾ മനസ്സിലാക്കി. അപ്പോഴാ ഈ ചർച്ച സജീവായത്. ആ ചർച്ച സജീവായപ്പോ ഇവര് മറുപടി പറയേണ്ടി വന്നു. ഈ ഞങ്ങൾ ഇതൊന്നും പറയില്ല, ഞങ്ങൾ ഭയങ്കര ദേവത്താണ്, ഇതൊന്നും പറയാൻ ഞങ്ങൾക്ക് നേരെയില്ല എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പം ദിവസം 3 നേരം ഇതാ പറയണത്. പണ്ട് ഈ ചില ഹോമിയോ മരുന്നും അതേപോലെ ചില ഇംഗ്ലീഷ് മരുന്നുകളൊക്കെ ഉണ്ട്. ആദ്യത്തെ 2 ദിവസം 2 നേരം കഴിക്കുക, പിന്നെ ഒരാഴ്ച കഴിഞ്ഞാൽ 1 നേരം കഴിക്കുക എന്നൊക്കെ പറഞ്ഞു കൊടുക്കണ മാതിരി ഇത് ആ മാസത്തിൽ ഒരിക്കലൊക്കെ ഇത് ജിന്നി വിഷയം പറഞ്ഞിരുന്ന ആളുകൾ ഇപ്പോ സ്ഥിരമായതാണ്. ഇതില്ലാത്ത ഒരു പ്രൂഫ് പോയിന്റും ഇല്ല. കാരണം ന്യായീകരിച്ച് വശം കെട്ടിരിക്കുന്നു. ആളുകളുടെ ചോദ്യത്തിന് മുന്നിൽ മറുപടി പറയാൻ സാധിക്കാതെ നാണം കെട്ടുകൊണ്ടിരിക്കുന്നു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്വന്തം നേതാക്കൾ പോലും കോഴിച്ചനയിൽ ഫൈസൽ മുസ്ലിയാർ ഓതിയ ആയത്ത് അത് തെളിവല്ല, അത് ന്യായീകരിക്കാനാവില്ല എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇല്ലെങ്കിൽ തെളിയിക്കാൻ കഴിയോ? വിസ്ഡം പണ്ഡിത സഭയുടെ നേതാക്കന്മാർ പറപ്പൂർ കുഞ്ഞു മുഹമ്മദ് മദനിയെ പോലെയുള്ള ആളുകളെ കൊണ്ട് ഫൈസൽ മുസ്ലിയാർ ഓതിയ ആയത്ത് ആ വാദത്തിന് തെളിവാണ് എന്ന് പറയിപ്പിക്കാൻ ഈ ആളുകൾക്ക് കഴിയോ? ഇല്ല. ഇതൊക്കെ വിഷയമായപ്പോഴാണ് ഇവർക്കിത് പറയേണ്ടി വന്നത്. അതിന്റെ കുറ്റം നമ്മളുടെ തലയിലിട്ടിട്ട് കാര്യമില്ല. വീണ്ടും നോക്കൂ പറയുന്നത്, നമ്മൾ കോഴിക്കോട് വെച്ച് പറഞ്ഞത് ഹയ്യും ഹാദറും ഖാദറുമായ ജിന്നിനോട് ചോദിച്ചാലും ശിർക്കാണ് എന്ന് നിങ്ങൾ വിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ വാദം എന്താ? അത് ആളുകൾക്ക് മനസ്സിലായില്ലേ? ഹയ്യും ഹാദിറും ഖാദിറുമായ ജിന്നിനോട് തേടിയാൽ ശിർക്കാണ് എന്നതിന് നമ്മൾ ഖുർആൻ ദുർവ്യാഖ്യാനിച്ചു എന്നാണ്. അപ്പൊ ഇവരെ വാദം എന്താ? ഹയ്യും ഹാദിറും ഖാദിറുമായ ജിന്നിനോട് തേടിയാൽ ശിർക്കല്ല. അത് നമ്മൾ പറയുമ്പോൾ ഇതാ ഞങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു എന്ന് നിലവിളിച്ചത് കൊണ്ട് കാര്യമുണ്ടോ? ഇവരുടെ വാദമാണ് എന്നിവർ പറയുന്നു. എന്നാൽ അതൊന്ന് തുറന്നു പറയണമെന്ന് പറഞ്ഞാലോ അത് പറയാൻ ഈ ആളുകൾക്ക് മടിയാണ്. കാരണം മുജാഹിദുകളുടെ അല്പമെങ്കിലും ഈമാൻ അവശേഷിക്കുന്ന, തൗഹീദ് അവശേഷിക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് ഈ പിഴച്ച വിശ്വാസം കയറില്ല. സൂറത്ത് ജിന്നിലെ ആയത്ത് ദുർവ്യാഖ്യാനിച്ചു, അബ്ദുറഹ്മാൻ സലഫി ദുർവ്യാഖ്യാനിച്ചു. അപ്പോൾ അതിന് കായക്കൂടി പറഞ്ഞു, വിശദീകരണം പറഞ്ഞു, അത് ദുർവ്യാഖ്യാനിച്ചിട്ടില്ല. തഫ്സീർ ഇബ്നു കസീറുണ്ട്. ഞാൻ എൻ്റെ പരപ്പനങ്ങാടി പ്രഭാഷണത്തിൽ പറഞ്ഞു, തഫ്സീർ ഇബ്നു കസീർ നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചാണ്. നിങ്ങൾ ആയത്തും ദുർവ്യാഖ്യാനിച്ചു, തഫ്സീറും ദുർവ്യാഖ്യാനിച്ചു. ഇനി ആ ആയത്തിൽ പറയുന്ന ജിന്ന് നിങ്ങൾ പറഞ്ഞ പോലെയുള്ള ജിന്നല്ല. കാരണം അവിടെ ആ ചോദിക്കപ്പെട്ട വസ്തു കൊടുക്കാൻ ആ ജിന്ന് ഖാദിറല്ല. അതിനു വേണ്ടി സൂറത്തു ജിന്നിൻ്റെ വിശദീകരണത്തിൽ നിന്ന് ഇമാം തൊബരിയുടെ തഫ്സീർ ഞാൻ വായിച്ചിരുന്നു. നഊദു ബി സയ്യിദി ഹാദൽ വാദി എന്ന് പറയുമ്പോൾ കാനു ഇദാ നസലു അൽ വാദിയ ഖാലു നഊദു ബി സയ്യിദി ഹാദൽ വാദി മിൻ ശർരി മാ ഫീഹി ഫതഖൂലുൽ ജിന്നു മാ നംലികു ലക്കും വലാ ലിഅൻഫുസിനാ ദർറൻ വലാ നഫ്അ. ഞങ്ങളുടെ സ്വന്തം ശരീരത്തിന് ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കില്ല എന്ന് പറയുമ്പം ജിന്നുകൾക്ക് യാതൊന്നിനും കഴിവില്ല എന്നാണ് ഈ പറയുന്നത് എന്ന് ഇമാം തൊബരി പറഞ്ഞു എന്നാണോ കായക്കുടിയോട്? ഉണ്ടെങ്കിൽ അത് പറയണം. നോക്കൂ, നിങ്ങൾ ജിന്നിന് യാതൊരു കഴിവുമില്ല എന്ന് കായക്കൊടി പറഞ്ഞു എന്നാണ്. ഞാനാണോ പറഞ്ഞത്? ജിന്നിന് യാതൊരു കഴിവുമില്ല എന്ന് ഇദ്ദേഹം തന്നെ ഇപ്പൊ പറഞ്ഞ പരപ്പനങ്ങാടി പ്രസംഗം ഉണ്ടല്ലോ, ആ പരപ്പനങ്ങാടിയിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകൾ നിങ്ങൾ കേട്ടു നോക്കൂ. പരപ്പനങ്ങാടിയിലെ പ്രസംഗമാണ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പൊ ഈ ജിന്ന് എന്താ പറഞ്ഞത്? ജിന്നുകൾ എന്താ പറഞ്ഞത്? ജിന്ന് പറഞ്ഞത് ഞങ്ങളുടെ സ്വന്തത്തിനോ നിങ്ങൾക്കോ ഞങ്ങൾക്ക് യാതൊരു ഉപകാരമോ ഉപദ്രവമോ വരുത്താൻ ഞങ്ങൾക്കു തന്നെ സാധിക്കുകയില്ല. ഞങ്ങളുടെ സ്വന്തത്തിനോ നിങ്ങൾക്കോ ഞങ്ങൾക്ക് യാതൊരു ഉപകാരമോ ഉപദ്രവമോ വരുത്താൻ ഞങ്ങൾക്കു തന്നെ സാധിക്കുകയില്ല. യാതൊരു ഉപകാരമോ ഉപദ്രവമോ വരുത്താൻ ഞങ്ങൾക്ക് തന്നെ സാധിക്കുകയില്ല എന്ന് ജിന്നുകൾ പറഞ്ഞു. ആരാ പറഞ്ഞത്? കായക്കൊടിയാണോ? അനസ് മൗലവിയാണോ?
KNM ആണോ ജമിയത്തുൽ ഉലമയാണോ? അല്ല. പരപ്പനങ്ങാടിയിലെ വേദിയിൽ ഇത് പറഞ്ഞത്, ഈ തഫ്സീർ വായിച്ചുകൊണ്ട് പറഞ്ഞത് അബ്ദുൽ മലിക് സലഫിയാണ്. നിങ്ങൾ കേട്ടല്ലോ, അദ്ദേഹമാണ് പറയുന്നത് യാതൊരു കഴിവുമില്ല. അപ്പോഴാണ് നമ്മൾ ചോദിച്ചത്, യാതൊരു കഴിവില്ലാത്ത ജിന്നിനോട് പിന്നെ കഴിവിൽപ്പെട്ടത് തേടിയാ ശിർക്കാവൂല എന്ന് പറയുന്നത് എങ്ങനെ? യാതൊരു കഴിവുമില്ലാത്ത ജിന്നിനോട് കഴിവിൽപ്പെട്ടത് തേടിയാൽ ശിർക്കാവില്ല എന്ന് പറയുന്നത് എങ്ങനെ? എന്നിട്ട് ഈ യാതൊരു കഴിവുമില്ല എന്ന് നമ്മൾ പറഞ്ഞു എന്നാണ് പറയുന്നത്. കേട്ടു നോക്കൂ നിങ്ങൾ ഒന്നുകൂടി ബാക്കി പറയുന്നത്. കായക്കൊടി ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതായത് ഈ വായിച്ച വാദം, ഈ വാചകം തൊബരിയിൽ ഉണ്ടെങ്കിൽ കായക്കൊടി പറയുന്നത് പോലെ ജിന്നുകൾക്ക് ഒരു കഴിവുമില്ല. കായക്കൊടിയാണോ ജിന്നുകൾക്ക് ഒരു കഴിവില്ല എന്ന് പറഞ്ഞത്? യാതൊരു കഴിവുമില്ല എന്ന് ഈ തഫ്സീർ വായിച്ചിട്ട് പറഞ്ഞത് ഇദ്ദേഹമല്ലേ? പിന്നെ എന്തിനാ കായക്കൊടിയുടെ പേരിൽ പച്ചക്കളവ് പറയുന്നത്? ഇദ്ദേഹം നാവെടുത്താൽ അദ്ദേഹത്തിന്റെ ഏത് ദുർവ്യാഖ്യാനത്തെയും ന്യായീകരിക്കാൻ അദ്ദേഹം പറയാറുള്ള ഒരു വാചകം പച്ച നുണയാണെന്നാണ്. പച്ച നുണയാണെന്ന് പറയും. ഇവിടെ പച്ച നുണ പറയുന്നതാരാ? ഞാനാണോ പറഞ്ഞത് യാതൊരു കഴിവുമില്ല എന്ന്? പരപ്പനങ്ങാടിയിൽ നമ്മൾക്ക് മറുപടി പറയുമ്പോഴാ പറഞ്ഞത്. നമ്മളെ നാട്ടിൽ സാധാരണ പറയാറുണ്ട്, ഇവിടെ എന്താണ് അതിന് പറയാന്ന് എനിക്കറിയില്ല, ഈ തെങ്ങിന്റെ മടലുണ്ടല്ലോ, ഓല തെങ്ങിൽ പറ്റിപ്പിടിക്കുന്ന ആ ഭാഗം, അതെടുത്ത് ആ ഓലയുള്ള ഭാഗം മുറിച്ചു മാറ്റിയാൽ കിട്ടുന്ന വിറകൊക്കെ ഉപയോഗിക്കുന്ന ഭാഗം ഞങ്ങളുടെ നാട്ടിൽ മടൽ എന്നാണ് പറയുക. അതിന് ഏതാണ്ട് ഒരു ആർച്ച് ഷേപ്പാണല്ലോ. അത് നേരെ വെച്ചിട്ട് അതിന്റെ ഒരറ്റത്ത് ചവിട്ടിയാൽ മറ്റേ അറ്റം പൊങ്ങി നിൽക്കും, ഇപ്പുറത്തട്ട ചവിട്ടിയാൽ മറ്റേ അറ്റം പൊങ്ങി നിൽക്കും. സാധാരണ ഇങ്ങനെ പറയുന്ന ആളുകളെ നമ്മൾ പറയും ഈ മടലിന്റെ മുകളിൽ ചവിട്ടിയ മാതിരി എന്ന് പറയാറുണ്ട്. ഇതാണ് ജിന്നുവാദത്തിന്റെ അവസ്ഥ. ഒരു വാദം ചവിട്ടിയാൽ ഇപ്പുറത്ത് പൊങ്ങും, ഇപ്പുറത്ത് താഴ്ത്താൻ ശ്രമിക്കുമ്പോ അപ്പുറത്ത് പൊങ്ങും. ജിന്നിന് ഒരു കഴിവുമില്ല എന്ന് പറയേണ്ടി വരും ഇവർക്ക്. പക്ഷേ അത് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ വാദം പൊളിയും. എന്നിട്ട് വീണ്ടും പറയുന്നത് നോക്കൂ എന്നാണ് തഫ്സീർ തബരി പറയുന്നത്. ഞങ്ങളുടെ സ്വന്തത്തിനോ നിങ്ങൾക്കോ ഞങ്ങൾക്ക് യാതൊരു ഉപകാരമോ ഉപദ്രവമോ വരുത്താൻ ഞങ്ങൾക്കു തന്നെ സാധിക്കുകയില്ല. അതല്ല, ഈ ചോദിക്കപ്പെട്ട അവർ ശരണം ചോദിക്കുന്ന വിഷയത്തിലുള്ള കഴിവില്ല എന്നാണ് പറയുന്നത്. അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. യഥാർത്ഥത്തിൽ ഇവിടെ ഞാൻ ചെറിയ ഉദാഹരണം പറയാം. ഇപ്പൊ ആ ഉദാഹരണമാണ് ഗംഭീരം. നമ്മൾ സാധാരണ ആളുകൾക്ക് കാര്യം മനസ്സിലാകാനാണല്ലോ ഉദാഹരണം പറയുക. ആ ഉദാഹരണങ്ങളൊന്ന് കേട്ടു നോക്കൂ. കൂടി പിന്നെ അനസ് മൗലവിനോട് ചോദിക്കണം, അനസജിന്റെ പാപങ്ങളൊന്ന് പുറത്തരണം, എനിക്ക് റഹ്മത്ത് ചെയ്യണം. അപ്പൊ അനസ് പറയണം, അനസ് മൗലവി പറയണം, എനിക്കതിന് കഴിവില്ല കേട്ടോ. എന്താ പറഞ്ഞ അനസ് മൗലവി? എനിക്കതിന് കഴിവില്ല, എനിക്ക് ഒരു കഴിവില്ല എന്നല്ല, എനിക്ക് യാതൊരു കഴിവില്ല എന്നല്ല. അനസ് മൗലവി പറഞ്ഞ മറുപടി എന്താ? എനിക്ക് അതിന് കഴിവില്ല. ജിന്ന് പറഞ്ഞ മറുപടിയായിട്ട് ഈ മൗലവി പറഞ്ഞതോ ജിന്നിന് യാതൊരു കഴിവുമില്ല. എങ്ങനെ ഈ ഉദാഹരണം അതും നമ്മൾ പൊരുത്തപ്പെടല്? എന്തെങ്കിലും ഒരു ബന്ധം വേണ്ട ഒരു ഉദാഹരണം പറയുമ്പോ ഞാൻ അനസ് മൗലവിയോട് പറയുന്നു എന്റെ പാപം പൊറുക്കണേ, ഇത് നമ്മളൊന്ന് അപമാനിക്കാൻ വേണ്ടി പറയാൻ, നമ്മളെ തൗഹീദ് ശരിയല്ല എന്ന് പറയാൻ വേണ്ടി പറയാൻ. അപ്പൊ അനസ് മൗലവി പറയുന്നു എനിക്ക് അതിന് കഴിവില്ല. അതിന് കഴിവില്ല എന്ന് പറഞ്ഞാൽ അതിന് കഴിവില്ല, വേറൊരു കഴിവില്ല എന്നാണോ? അല്ല, ഇവിടെ പറഞ്ഞതോ യാതൊരു കഴിവുമില്ല. ഈ ഉദാഹരണം പറഞ്ഞിട്ടാണ് ഈ വാദം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. പഠിച്ചവനോട് ചോദിച്ചോ. അപ്പൊ കായക്കൊടിന്റെ വാദം അതിപ്പോ പറയുമ്പോ എന്താ, അനസ് മുസ്ലിയാർക്ക് ഒരു കഴിവില്ല. അനസ് മുസ്ലിയാർക്ക് ഒരു കഴിവില്ല എന്ന് പറയോ? ഇല്ല. കാരണം അനസ് മുസ്ലിയാർ എന്താ പറഞ്ഞത്? അനസ് മൗലവി പറഞ്ഞത് എനിക്ക് ഒരു കഴിവില്ല എന്നല്ല, പിന്നെയോ എനിക്ക് അതിന് കഴിവില്ല എന്നാണ്. ആ എനിക്ക് അതിന് കഴിവില്ല എന്നതിലെ മുജാഹിദുകൾ നിൽക്കുള്ളൂ. ഇവിടെ പറഞ്ഞതോ യാതൊരു കഴിവും ജിന്നിനില്ല, യാതൊരു കഴിവും ജിന്നിനില്ല. അങ്ങനെയാണെങ്കിൽ യാതൊരു കഴിവും ജിന്നിനില്ല എന്നാണ് ഈ ആളുകൾ പറയുന്നതെങ്കിൽ ചില ചോദ്യങ്ങൾക്ക് ഇവർ മറുപടി പറയേണ്ടതല്ലേ? ഒന്നാമത്തെ ചോദ്യം എന്താ? ഒന്നാമത്തെ ചോദ്യം, ജിന്നിന് യാതൊരു ഉപകാരമോ ഉപദ്രവമോ വരുത്താൻ കഴിവില്ല എന്നതാണ് ഇവരുടെ വാദമെങ്കിൽ അതാണല്ലോ പറഞ്ഞത് പരപ്പനങ്ങാടിയിൽ അതാണല്ലോ പറഞ്ഞത്. ഇനി അതല്ല വാദമെങ്കിൽ തിരുത്തി പറയണം. യാതൊരു എന്നത് ശരിയല്ല, ചില കഴിവൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത് എന്നാണെങ്കിൽ തിരുത്തി പറയുക. ഇവിടെ പറഞ്ഞത് യാതൊരു ഉപകാരമോ ഉപദ്രവമോ വരുത്താൻ കഴിയില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ
ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് തേടിയാൽ ശിർക്കാവില്ല എന്ന വിസ്ഡം വിഭാഗത്തിന്റെ വാദത്തിന്റെ അവസ്ഥ എന്താ? ഒന്നാമത്തെ ചോദ്യം, ഈ ഒറ്റ വാദം വെച്ചുകൊണ്ട്, ഈ ഒരൊറ്റ തഫ്സീർ വെച്ചുകൊണ്ട്, വേറെ ഒരു കുറേ തഫ്സീർ ഞാൻ വായിച്ചിട്ടുണ്ട്, അതിനൊന്നും കായക്കൊടി മറുപടി പറഞ്ഞിട്ടില്ല എന്നാണ്. വായിച്ച ഒന്നിന്റെ തന്നെ കോലയിതാ, മറുപടി പറഞ്ഞ ഒന്നിന്റെ കോലയിതാണ്. ബാക്കി ഓരോന്നും വായിച്ചു തരാം. ഈ വായിച്ചത് എവിടെ എത്തും നോക്കിയാ നമ്മള്, ഇതെവിടെ എത്തും? യാതൊരു കഴിവുമില്ല എന്നാണ് നിങ്ങളുടെ വിശ്വാസമെങ്കിൽ ഈ വാദത്തിന്റെ അവസ്ഥ എന്ത്? ഒന്ന്. രണ്ടാമത്തെ ചോദ്യം, ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് തേടിയാൽ ശിർക്കാവില്ല എന്ന നിങ്ങളുടെ വാദത്തെയും ത്വബിരിയിൽ നിന്ന് നിങ്ങൾ ഉദ്ധരിച്ച ഭാഗത്തെയും എങ്ങനെയാണ് രണ്ടും ഒന്നിച്ച് ന്യായീകരിക്കുക? കാരണം തഫ്സീറിൽ പറയുന്നത് എന്താ? തഫ്സീറിൽ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുൽ മലിക് സൽഫി പറഞ്ഞത് യാതൊരു കഴിവുമില്ല എന്നാണ്. എന്നാൽ ഇവര് പറയുന്നതോ അങ്ങനെയല്ല, കഴിവിൽപ്പെട്ടത് തേടിയാൽ ശിർക്കാവില്ല. ഇതിനെ രണ്ടിനെയും എങ്ങനെയാണ് ന്യായീകരിക്കുക? മൂന്നാമത്തെ ചോദ്യം, ജിന്നിന് യാതൊരു ഉപകാരമോ ഉപദ്രവമോ വരുത്താൻ കഴിവില്ല എന്നതാണ്. ആ വാദമാണല്ലോ പറഞ്ഞത്. നിങ്ങൾ അത് ആവർത്തിച്ച് കേട്ടു. അതാണെങ്കിൽ ജിന്ന് മനുഷ്യനെ പിഴപ്പിക്കുമെന്ന ഇസ്ലാമിന്റെ നിലപാടിനോട് വിസ്ഡം വിഭാഗത്തിന്റെ പ്രതികരണം എന്താണ്? കാരണം അള്ളാഹ് പറഞ്ഞാണല്ലോ പിഴപ്പിക്കും. ഇവര് പറയാ ജിന്നിന് യാതൊരു കഴിവുമില്ല. ഇതാ നമ്മൾ പറഞ്ഞത് അഖലാനിയത്തിലേക്കാ പോക്ക്. അഖലാനിയത്തിലേക്കാ പോക്ക്. ഒരു തഫ്സീർ വായിച്ചിട്ട് അതിന് അർത്ഥം പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല. അതാണ് നിങ്ങളുടെ വാദമെങ്കിൽ ജിന്നിന് യാതൊരു ഉപകാരവും ചെയ്യാൻ കഴിയില്ല, യാതൊരു ഉപദ്രവവും ചെയ്യാൻ കഴിയില്ല എന്നാണ് വാദമെങ്കിൽ അള്ളാഹു പറയുന്നു നിലപാട് എന്ന് വിശദീകരിക്കണം. നാലാമത്തെ ചോദ്യം, യാതൊരു ഉപകാരമോ ഉപദ്രവമോ വരുത്താൻ സാധിക്കുകയില്ല എന്ന ജിന്നുകളുടെ പ്രഖ്യാപനം അവരോട് തേടുന്ന വിഷയത്തിൽ മാത്രമാണോ? അവരോട് തേടുന്ന വിഷയത്തിൽ ഉപകാര ഉപദ്രവം ചെയ്യാൻ കഴിയില്ല, ബാക്കിയുള്ള ഉപദ്രവ ഉപകാരം ചെയ്യാൻ കഴിയും എന്നാണോ? ആണെങ്കിൽ അത് പറയണം, ആണെങ്കിൽ അതൊന്ന് വിശദീകരിക്കണം നിങ്ങൾ. അഞ്ചാമത്തെ ചോദ്യം, യാതൊരു ഉപകാരമോ ഉപദ്രവമോ വരുത്താൻ കഴിവില്ല എന്ന് ജിന്നുകൾ പറഞ്ഞത് മരുഭൂമിയിൽ മാത്രം ബാധകമാണോ? കാരണം മരുഭൂമിയിൽ നിന്ന് തേടിയപ്പോഴാണല്ലോ ഇത് പറഞ്ഞത്. മക്കയിലുള്ള മരുഭൂമിയിൽ നിന്ന് തേടിയപ്പോഴാണല്ലോ ഇത് പറഞ്ഞത്. ആ തേടിയത് മരുഭൂമിയിലെ ജിന്നുകൾക്ക് മാത്രം ബാധകമാണോ? കാരണം നിങ്ങൾ തന്നെ പറയുന്നത് എന്താ? നിങ്ങൾ പറയുന്നത് രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നടക്കുമ്പോ ഒരാള് ജിന്നിനോട് വെളിച്ചം തേടിയാൽ ശിർക്കല്ല എന്നാണ്. അതേപോലെ പുഴയിൽ വീണു പോകുന്ന ഒരാൾ ജിന്നുണ്ടെന്ന് വിചാരിച്ച് തേടിയാൽ ശിർക്കല്ല എന്നാണ്. ഇവിടെ പറയുന്നു യാതൊരു ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയില്ല. ഈ കഴിവ് അവർക്കില്ലാത്തത് മരുഭൂമിയിൽ മാത്രമാണോ? അതല്ലാത്ത വിജനപ്രദേശത്തും അതേപോലെ പുഴക്കരയിലുമുള്ള ജിന്നുകൾ പ്രതിസന്ധിയിൽപ്പെട്ടവരുടെ തേട്ടം കേൾക്കാനും സഹായിക്കാനും കഴിവുള്ളവരാണോ? കാരണം കഴിവുപെട്ടേ ചോദിച്ചാൽ ശിർക്കല്ല എന്നാണ്. നമ്മൾ പറഞ്ഞു അങ്ങനെ ഒരു കഴിവില്ല. അങ്ങനെ ഒരു കഴിവ് നമ്മളുടെ പ്രാർത്ഥനകൾ കേട്ട് നമ്മളുടെ തേട്ടങ്ങൾ കേട്ട് സഹായിക്കാനുള്ള കഴിവില്ല എന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്തുദ്ധരിച്ചുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം പരപ്പനങ്ങാടിയിൽ നടത്തിയ പ്രസംഗത്തിൽ ഞാൻ തഫ്സീർ ത്വബിരിയിൽ നിന്ന് ഈ ഭാഗം വായിക്കുക തന്നെ ചെയ്തു. എന്ത്? ഖുൽ യാ മുഹമ്മദ്, നബിയെ പറയുക, ലിമുശ്രികി ഖൗമിക്, നിന്റെ സമൂഹത്തിലെ മുശ്രിക്കുകളോട് പറയുക, അല്ലദീന യഅബുദൂന മിൻ ദൂനില്ലാഹി മിൻ ഖൽഖിഹി, അല്ലാഹുവിന്റെ സൃഷ്ടികളെ ആരാധിക്കുന്നവരുണ്ടല്ലോ, അവരോട് പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ, അവരെ വിളിച്ച് തേടുന്നവരുണ്ടല്ലോ, അവരോട് പറ എന്ത്? ഉദൂ അയ്യുഹൽ ഖൗം, ജനങ്ങളെ നിങ്ങൾ വിളിച്ചു തേടുക, നിങ്ങൾ പ്രാർത്ഥിക്കുക. ആരോട്? അല്ലദീന സഅംതും അന്നഹും അർബാബുൻ വാലിഹാ മിൻ ദൂനിഹി, അള്ളാഹ്ക്ക് പുറമെ ഇലാഹുകളാണ്, റബ്ബുകളാണ് എന്നൊക്കെ നിങ്ങൾ വാദിക്കുന്നവരുണ്ടല്ലോ, അവരോട് നിങ്ങൾ പറയുക എന്ത്? നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ നിങ്ങൾ വിളിച്ചു തേടുക. ഫഇന്നഹും ലാ യഖ്ദിറൂന അലാ ദാലിക്, നിങ്ങളുടെ ഈ തേട്ടത്തിന് ഉത്തരം ചെയ്യാൻ അവർക്ക് കഴിവില്ല.
നിങ്ങളുടെ ഈ തേട്ടത്തിന് ഉത്തരം ചെയ്യാൻ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാൻ അവർക്ക് കഴിയില്ല. വലാ യംലികൂനഹു, അതിനുള്ള ഉടമാവകാശം അവർക്കില്ല. വഇന്നമാ യംലികുഹു വയഖദിറു അലൈഹി ഖാലിഖുകും വഖാലിഖുഹും, നിങ്ങളുടെയും അവരുടെയും സ്രഷ്ടാവായ റബ്ബിനെ അതിന് കഴിയൂ. ഇത് ഈ വിഷയം തുടങ്ങിയത് മുതൽ മുജാഹിദികളോട് വായിക്കുന്ന തഫ്സീറ. കഴിയില്ല, ഈ ജിന്നുകൾക്ക് നമ്മളുടെ പ്രാർത്ഥന കേൾക്കാൻ, ഉത്തരം ചെയ്യാൻ കഴിവില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവര് പറഞ്ഞതോ കഴിവിൽപ്പെട്ടത് തേടിയാ ശിർക്കാവൂല. എന്നിട്ടാണ് ഇപ്പൊ പറയുന്നത് യാതൊരു കഴിവും ഇല്ല. ആറാമത്തെ ചോദ്യം, ഈ ജിന്നുകൾ അവിടെ ഹാജറുള്ളവരല്ലെങ്കിൽ ഈ തേടിയവരോട് ജിന്നുകൾ പ്രതികരിച്ചതെങ്ങനെ? ഇവര് പറയണെന്താ? ഹയ്യായ ജിന്നല്ല, ഹാദിറായ ജിന്നല്ല, ഖാദിറായ ജിന്നല്ല. അതുകൊണ്ടാ ശിർക്കായതെന്നാണല്ലോ. ഹയ്യായ ജിന്നല്ലെങ്കിൽ ഇവിടെ എന്താ പറഞ്ഞത്? തൊബരിയുടെ തഫ്സീർ വായിച്ചുകൊണ്ട് എന്താ ഇവിടെ വിശദീകരിച്ചത്? ജിന്നുകൾ പറയുമെന്ത്? ഫതഖൂലുൽ ജിന്നു, ജിന്നുകൾ പറയും മാ നംലികു ലക്കും വലാ ലിഅൻഫുസിനാ ദർറൻ വലാ നഫ്ആ, ഒരു ഉപകാരവും ചെയ്യാൻ, ഒരു ഉപദ്രവവും ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. അപ്പൊ ഹയ്യല്ലാത്ത ഹാലിറല്ലാത്ത ജിന്നുകൾ ഇത് കേട്ടതെങ്ങനെയാ? ആ ജിന്നുകൾ പ്രതികരിച്ചതെങ്ങനെയാ? മറുപടി പറയണ്ടേ? വിസ്ഡം വിഭാഗം മറുപടി പറയണ്ടേ? എങ്ങനെയാണ് ഈ ജിന്നുകൾ പ്രതികരിച്ചത് വിശദീകരിക്കണ്ടേ? അതേപോലെ ഈ പ്രസംഗത്തിൽ ശൈഖ് ഉസൈമീന്റെ ഉദ്ധരണി വായിക്കുന്നുണ്ട്. നമ്മളുടെ ചോദ്യം, ഈ ജിന്നുകൾ ഹാലിറും ഖാദിറുമല്ല എന്ന ശൈഖ് ഉസൈമീന്റെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് ഈ ജിന്നുകൾ പറഞ്ഞതെങ്ങനെയാ? ഹയ്യു ഹാലിറു അല്ലെങ്കിൽ പറഞ്ഞതെങ്ങനെയാ? വിശദീകരിക്കണ്ടേ ഈ ആളുകൾ?